വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ച ബയോളജി ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2025 ചോദിച്ച എല്ലാ സബ്ജക്റ്റ് വൈസ് ആയിട്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 8 ക്ലാസ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2025, 2024, 23, 22 അങ്ങനെ ബാക്കിലോട്ട് പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും പുതിയ SCERT ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ചെയ്തതെന്ന് കാണാനായിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രി എക്സാമിൻ്റെ ആയിരുന്നു. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഗോൾഗി വസ്തുക്കൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങിനും. ഗോൾഗി വസ്തുക്കൾ എന്തിനാണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ B1 തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. വൈറ്റമിൻ B1 കുറവുള്ള, അതായത് തയാമിൻ്റെ അപര്യാപ്ത രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. വൈറ്റമിൻ B1 ബെറിബറി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. ബാക്കി രണ്ട് അതും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. വെർണിക്ക് കോർസാക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ബെറിബറി, വെർണിക്ക് കോർസാക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിലാണ് പെടുന്നത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിലാണ് പെടുന്നത്? ഓപ്ഷൻ ബി ആണ്. ലെൻഡി വൈറസ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ഓപ്ഷൻ ബി ശ്വാസ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അഡിസൺസ് രോഗം. ന്യൂറോ ഡീജനറേറ്റീവ് രോഗം ഏതൊക്കെയാണ്? അൽഷിമേഴ്സ് രോഗം, പാർക്കിൻസൺസ് രോഗം, ഹണ്ടിങ്ടൺ രോഗം. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കൊല്ലം. നെക്സ്റ്റ്, കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന താഴെ പറയുന്നവയിൽ ഏതാണ് കാരണമാകുന്നത്? ഓപ്ഷൻ എ ആണ്. നെയ്ഗ്ലേരിയ ഫൗളേരി. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് രോഗത്തിന് കാരണമാകുന്നത് നെയ്ഗ്ലേരിയ ഫൗളേരി. നെക്സ്റ്റ്, 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ ബി ആണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നെക്സ്റ്റ്, ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ യൂണിഫോമായി സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉപഗ്രഹത്തിൻ്റെ ചലനം. ഓപ്ഷൻ ബി, വേഗത സ്ഥിരമാണ് പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും. അത് ശരിയാണ്. അതുപോലെ തന്നെ ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിലെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകുന്നു. ഓപ്ഷൻ സി
ഓപ്ഷൻ ഡി ആണ്. 2, 3 ശരിയായിട്ട് വരുന്നത്. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളെ പുറന്തള്ളലിന് കാരണമാകും. തീവ്രതയാണ് സ്ഥിരമായിരിക്കുന്നതെങ്കിൽ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകുന്നു. നെക്സ്റ്റ്, ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് എന്ത് കാരണമാണ്? ഓപ്ഷൻ ബി, പ്രതലബലം. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് പ്രതലബലം കാരണമാണ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡേഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്തേക്ക് ഡോക്ക് ചെയ്തു. അപ്പോൾ ഏതാണ് ഈ ടാർഗറ്റിൻ്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, സ്പാർഡെക്സ് ആയിരുന്നു. ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്തേക്ക് ഡോക്ക് ചെയ്തു അല്ലേ? ഏത് ദൗത്യത്തിലാണ്? സ്പാർഡെക്സിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? N2 തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ N2 തന്മാത്രയ്ക്ക് ഓക്സിജൻ തന്മാത്രയേക്കാളും ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട് എന്ന് പറയുന്നതും ശരിയാണ്. ഓപ്ഷൻ 1, 4, ഓപ്ഷൻ സി ആണ് വരുന്നത്. N2 തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. N2 തന്മാത്രയ്ക്ക് ഓക്സിജൻ തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. നെക്സ്റ്റ്, അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ്, Mg2+, Na+FO2- N3-. നെക്സ്റ്റ്, ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓപ്ഷൻ സി, സൾഫർ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി, ക്ലോറോഫ്ലൂറോകാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, മലേറിയ. ക്യാൻസർ, പ്രമേഹം, അമിതഭാരം എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ, കരളാണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ, ജീവകം ഡി. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ഓപ്ഷൻ ബി, സ്തനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏതിലേക്കാണ്? സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസാരയിൽ, ഇവയെല്ലാം എന്താണ്? പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസാരയിൽ. നെക്സ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം വ്യത്യസ്ത വേഗതയിലുള്ളവയാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയല്ലാത്തതാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് തെറ്റാണ്. എല്ലാം വ്യത്യസ്ത വേഗത ഉള്ളവയാണെന്ന് പറയുന്നു. ശൂന്യതയിൽ ഒരേ വേഗത ഉള്ളവയാണ്. അതിനാൽ തന്നെ
ശൂന്യതയിൽ ഒരേ വേഗതയാണുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. വ്യത്യസ്ത വേഗമെന്ന് തന്നിരിക്കുന്നു. മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിൽ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2 ആണ്. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. അത് ശരിയാണ്. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്നതിൽ കിലോഗ്രാം അല്ലേ, മാസ് തന്നിട്ടുണ്ട് അല്ലേ? മാസ് തന്നിട്ടുണ്ട്. m=20 തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ u എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ v=20 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. 12mv². അപ്പോൾ 12 m എത്രയാണ്? 20 × 20² ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്രയാണ് കിട്ടുക? 4000 ജൂൾ അല്ലേ? 4000 ജൂൾ അല്ലേ കിട്ടുന്നത്? ഓപ്ഷൻ എ ആണ്. 4000 ജൂളാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03 ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. സ്പേസ് ക്രാഫ്റ്റ് CMS-03. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ശരിയാണ്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അതും ശരിയാണ്. 1, 3 ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത് LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് 5ാമത്തെ ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അത് ശരിയാണ്. പിന്നെ ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നു എന്ന് പറയുന്നു. അത് തെറ്റാണ്. കാരണം ഇത് 5 ടണ്ണിലധികം ഭാരമുള്ള ഉപഗ്രഹമായിരുന്നു. അതിനാൽ തന്നെ ഇത് തെറ്റാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കുക? കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂസ് സെയിം ആയിട്ട് വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ എന്നും എല്ലും ഒരേ വാല്യൂ വരുന്നത് ഏതൊക്കെയാണ്? n=3, l=2, n=3, l=2, 2ഉം 4ഉം ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? അനുസൃതമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ലോഹാരത്തിൻ്റെ ആരോഹണ ക്രമമാണ്. ശരിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അയോണീകരണ ഊർജ്ജത്തിൻ്റെ ആരോഹണ ക്രമം എന്ന് തന്നിരിക്കുന്നു. ഇവിടെ ബോറോൺ, കാർബൺ, പിന്നെ ഓക്സിജൻ, നൈട്രജൻ എന്നാണ് വരേണ്ടത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ് വരേണ്ടത്. അതിനാൽ തന്നെ അത് തെറ്റായിട്ട് വന്നു. ഇനി പിന്നെ IBR-FCl ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ആരോഹണ ക്രമം ശരിയാണ്. AL, Mg, Na, F- അയോണിക വലിപ്പത്തിലെ ആരോഹണ ക്രമം എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ്, ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്. ജോൺ മാർട്ടിനസ് ആണ്. സുസുമ കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സണിനൊക്കെ 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ
സജ്ജരാക്കുന്ന കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ക്യാപ്പ് ഹൗസ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേരള ട്രൈബൽ പ്ലസ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഇതാണ് കേരള ട്രൈബൽ പ്ലസ് ആണ്. നെക്സ്റ്റ്, അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? എം ആണ് അല്ലേ? IgM ആണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കുറയുന്നു. ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറയുന്നു എന്ന് പറയുന്നതാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ആണ് സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. നെക്സ്റ്റ്, ഒനാഥെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒനാഥെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ലാമാർക്ക് സിദ്ധാന്തം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് PMJAY. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്രിഡേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രിഡേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ്. കിലോഗ്രാം നോക്കി ഇവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് വരാത്തത്. കിലോഗ്രാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, പാസ്കൽ എന്നിവയൊക്കെ എന്താണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ്. നെക്സ്റ്റ്, അൾട്രാ വയലറ്റ് രശ്മിക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജം ഉണ്ട്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണത്തെക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. അതും ശരിയാണ്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാളും തരംഗദൈർഘ്യം കൂടുതലാണ്. ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം ശരിയാണ്. തരംഗദൈർഘ്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഊർജ്ജം കുറവായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം 200 കിലോ വാട്ട് അവർ ആണെങ്കിൽ ആകെ ഊർജ്ജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയാണ്? അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 3.6 ഇൻറ്റു ആ വാല്യൂ പഠിച്ചു വയ്ക്കുക. 3.6 ഇൻറ്റു 10⁻⁶ എന്നാണ് വരിക. അപ്പം നമുക്ക് 200 ആണ്. അപ്പോൾ 200 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻⁶ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 72/10⁻7 എന്നാണ് വരിക കേട്ടോ. നെക്സ്റ്റ്, 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയായിരുന്നു? ഏതാണ്? നിഹോൺ ഹിഡാൻകി ആണല്ലേ. നിഹോൺ ഹിഡാൻകി ആണ്. നെക്സ്റ്റ്, 1 ലിറ്റർ ലായനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം എത്രയാണ്? 1 ലിറ്റർ ലായനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ് മൊളാരിറ്റി. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായുക്കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ബോയിൽ നിയമം. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? ഏതിനായിരിക്കും? ഓപ്ഷൻ എ പാലിനാണ് pH മൂല്യം കൂടുതലായിട്ടുള്ളത്. പാലിൻ്റെ വാല്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 to 6.7 വരെയൊക്കെയാണ്. തൈരിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.5 to 5.5 ആണ്.
നെക്സ്റ്റ് ഗ്രാഫീൻ എന്താണ്? ഗ്രാഫീൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയും കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2025 2024 അങ്ങനെ PSC ചോദിച്ച ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.